കോൺഗ്രസിൽ സീറ്റ് ചർച്ച തുടരുന്നു. എംപിമാരായ കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കാൻ തയ്യാറാണെന്ന് AICCയെ അറിയിച്ചു. അതേസമയം പെരുമ്പാവൂർ, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ കോൺഗ്രസിൽ സീറ്റ് ചർച്ചകൾക്ക് തുടരുകയാണ്. എംപിമാരായ കെ സുധാകരനും അടൂർ പ്രകാശും ഒക്കെ മത്സരിക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ AICCയെ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗം ഡൽഹിയിൽ പുരോഗമിച്ചു വരുന്നതിനിടയിലാണ് എംപിമാരായ കെ സുധാകരൻ ഒപ്പം തന്നെ അടൂർ പ്രകാശ് എന്നിവർ വീണ്ടും മത്സരിക്കണം, നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കെ സുധാകരൻ കണ്ണൂരും അടൂർ പ്രകാശ് കോന്നിയിലും മത്സരിക്കണം എന്ന ആവശ്യമാണ് ഇരുവരും ഉന്നയിച്ചിരിക്കുന്നത്. ചില ജാതി സമവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും പാർട്ടിക്ക് വിജയിക്കാൻ കഴിയുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേർക്ക് മത്സരിക്കാൻ അവസരം നൽകണം എന്നൊരു ആവശ്യം രണ്ട് എംപിമാരും സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെയായും പരിഗണനയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ 60 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സ്ക്രീനിംഗ് കമ്മിറ്റി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ സിറ്റിംഗ് MLA-മാരെല്ലാം തന്നെ മത്സരരംഗത്തുണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും പാലക്കാട് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടനെയും തൃപ്പൂണിത്തുറയിൽ കെ ബാബു ഒഴിഞ്ഞു മാറിയതിൽ 2 മണ്ഡലങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും ഒപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിലെ MLA IC ബാലകൃഷ്ണൻ്റെ കാര്യത്തിലും ഇതുവരെയായും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇരുവർക്കും കേസുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ രണ്ടുപേരുടെയും പേര് പരിഗണിക്കുന്നതിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. ഒരു പക്ഷേ അത് ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ആദ്യഘട്ടത്തിൽ 60 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കപ്പെടും. അതിൽ സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടും. ഇത് കൂടാതെയാണ് മറ്റ് പ്രമുഖരായ ചില സ്ഥാനാർത്ഥികളുടെ പേര് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ അമ്പലപ്പുഴയിൽ G. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ അവിടേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ CC മുകുന്ദൻ്റെ കാര്യത്തിൽ നാട്ടികയിൽ CC മുകുന്ദൻ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. പകരം കോൺഗ്രസ് CC മുകുന്ദന് പിന്തുണ നൽകും. അങ്ങനെ ഈ 2 തീരുമാനങ്ങൾ കൂടി വരുമ്പോഴേക്കും വളരെ ശ്രദ്ധയോടുകൂടി സ്ഥാനാർത്ഥി നിർണ്ണയം മതിയാകും എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ AICC നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. K. മുരളീധരൻ വട്ടിയൂർക്കാവിലാണ്. അദ്ദേഹം മത്സരിക്കുന്ന കാര്യത്തിൽ ഏകദേശം അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ മത്സരരംഗത്തുണ്ടാകും. അങ്ങനെ തുടങ്ങി പ്രമുഖരായ ചില വ്യക്തികൾ മത്സരിക്കുന്ന സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ചർച്ചകൾ തട്ടി നിൽക്കുന്നത് ഈ MPമാർ മത്സരിക്കുന്ന കാര്യത്തിലാണ്. കെ സുധാകരനും ഒപ്പം അടൂർ പ്രകാശും മത്സരരംഗത്തേക്ക് വരണം എന്നൊരു താല്പര്യം AICCയെ അറിയിച്ചിരിക്കുന്നു. മാത്രവുമല്ല, കെ സുധാകരൻ പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ അനുമതി നൽകി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ മുതൽ തന്നെ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും എന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. എന്തായാലും നാളെയോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട പട്ടിക പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത്. ശരി, വ്യക്തമാണ്. കോൺഗ്രസിൽ സീറ്റ് ചർച്ച സജീവമാകുകയാണ്. എംപിമാരായ കെ സുധാകരനും അടൂർ പ്രകാശും ഒക്കെ മത്സരിക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ AICCയെ അറിയിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും പക്ഷേ ഇപ്പോൾ പ്രതിസന്ധി തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.